ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് തേർഡ് ഇയറിലെ പേപ്പർ 2 ആയ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് ആണ് ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആണിത്, ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ. ഇതിൽ യൂണിറ്റ് 1 ലെസൺ ഫസ്റ്റിലെ നേച്ചർ ഓഫ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് പഠിക്കാം. എന്താണ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ ഭാഷയിലും അതിൻ്റേതായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ ഭാഷകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ആശയവിനിമയം നടത്തുന്നത്. അപ്പോൾ ഈ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ ക ഖ ഗ ഘ ങ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ABCD. അപ്പോൾ ഈ ചിഹ്നങ്ങൾ പറയുന്ന ആൾക്കും അതുപോലെ കേൾക്കുന്ന ആൾക്കും ഒരുപോലെ അറിയെങ്കിൽ മാത്രമേ ആ ഭാഷ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ചിഹ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ ഇംഗ്ലീഷിൽ ആ എന്ന് പറയുന്നതും ഹിന്ദിയിൽ ആ എന്ന് പറയുന്നതും മലയാളത്തിൽ ആ എന്ന് ഉപയോഗിക്കുന്നതും ശബ്ദത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ആ ഭാഷകൾ തമ്മിൽ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പോൾ ഒരു ഭാഷയിലെ ചിഹ്നങ്ങൾ പഠിച്ച വ്യക്തി തന്നെ മറ്റൊരു ഭാഷയിലെ ചിഹ്നങ്ങളും അവയുടെ ഉപയോഗങ്ങളും എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഈ രണ്ട് ഭാഷകളും അനായാസം കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രണ്ട് ഭാഷകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ഭാഷയിൽ നിന്നും ഉള്ള ആശയങ്ങൾ മറ്റൊരു ഭാഷയിലേക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ശരിക്കും ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം തർജ്ജമകൾ പിന്നെ മലയാളത്തിലേക്കും ഇനി ഇംഗ്ലീഷിലൊക്കെ എഴുതിയ കഥകളും കവിതകളൊക്കെ മലയാളത്തിലേക്ക് വരുന്നത് കാണാം. അതുപോലെ ഹിന്ദിയിൽ എഴുതിയ പല കാര്യങ്ങളും മലയാളത്തിൽ എഴുതുന്ന കാണാം. പിന്നെ ഹിന്ദിയിലുള്ള ചില മന്ത്രിമാരൊക്കെ നമ്മളുടെ പിന്നെ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അവർ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളെ നിയോഗിക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ ട്രാൻസ്ലേഷൻ്റെ വിവിധ വകഭേദങ്ങളാണ്. ഇപ്പോൾ ട്രാൻസ്ലേഷന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ ഇന്ത്യൻ ലാംഗ്വേജുകളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവയ്ക്കൊക്കെ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യാകരണപരമായിട്ടുള്ള ഒരു അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലെയാണ്. പക്ഷേ വിദേശ ഭാഷകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൻ്റെ വ്യാകരണവും അതുപോലെ മലയാളത്തിൻ്റെ വ്യാകരണവും തമ്മിൽ വ്യത്യാസമുണ്ട്, അതുപോലെ ഇന്ത്യൻ ഭാഷകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളെല്ലാം കണക്കിലെടുത്ത് വേണം നമ്മൾ ഈ തർജ്ജമ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ആരംഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫോണിക് സിമ്പിൾസ് എന്നാണ് പറയുന്നത്. ഫോണിക് സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമ്പിളുകൾക്ക് ശബ്ദം നമ്മൾ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ P എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചിഹ്നം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഒരു P എന്ന് പറയുന്ന ശബ്ദവും നമ്മളവിടെ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് P എന്നാണ് എന്ന് അറിയുന്നവന് മാത്രമേ അറിയുള്ളൂ. നമുക്കിപ്പോൾ ചൈനീസ് ഭാഷ അറിയില്ലല്ലോ. അപ്പോൾ ചൈനീസിൽ പലതും എഴുതുന്നുണ്ട്. അപ്പോൾ അതിന് എന്താണ് അതിൻ്റെ ശബ്ദമെന്ന് ആ ചൈനീസുകാർക്ക് മാത്രമേ അറിയൂ, നമുക്കറിയില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സെറ്റ് ഓഫ് സിമ്പിൾസിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? മനസ്സിലാക്കാനുള്ള കഴിവും ആ സെറ്റ് ഓഫ് സിമ്പിൾസ് മറ്റൊരു സെറ്റ് ഓഫ് സിമ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവും ഉള്ള ആളാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മളെ സോഴ്സ് ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ലാംഗ്വേജും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ട ലാംഗ്വേജും രണ്ടും തിരഞ്ഞെടുക്കണം. ആ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ലാംഗ്വേജിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് വേണം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ആ മെസ്സേജിൽ നമ്മളുടേതായ ഭാവങ്ങളോ അല്ലെങ്കിൽ നമ്മളുടേതായ ആശയങ്ങളോ ഒന്നും നമ്മൾ ചേർക്കാൻ വേണ്ടി പാടില്ല. അഡീഷൻ, അതുപോലെ സബ്ട്രാക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വെട്ടിച്ചുരുക്കി കളയുക, അല്ലെങ്കിൽ അഡീഷൻ ചെയ്യുക, അല്ലെങ്കിൽ ആശയങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാക്കുക, ഇതൊന്നും ഇല്ലാതെ. എങ്കിലും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചില വൈകല്യങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും അവയെ പരിപൂർണമായും കുറച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു ട്രാൻസ്ലേഷൻ നടത്താം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അധ്യായങ്ങളിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. കസാഗ്രാൻഡെയുടെ അഭിപ്രായത്തിൽ 1953 ഒരു ഭാഷാശാസ്ത്രജ്ഞനായിരുന്നു കസാഗ്രാൻഡെ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ പരിണാമ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സങ്കീർണവുമായിട്ടുള്ള ഒരു പരിണാമമാണ് ഭാഷയുടെ വികാസം എന്ന് പറയുന്നത്. മറ്റുള്ള പിന്നെ വികാസങ്ങളുണ്ട് അല്ലേ? നമുക്കിപ്പോൾ കുറുക്കനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവയ്ക്ക് ഓടാനുള്ള കഴിവ്, അതുപോലെ മണം പിടിക്കാനുള്ള കഴിവ്, അങ്ങനെയുള്ള പല കഴിവുകളും പല ജീവിവർഗ്ഗങ്ങൾ പരിണാമത്തിലൂടെ വികസിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരിണാമ പ്രക്രിയ എന്ന് പറയുന്നത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നടക്കുന്നതല്ല. ഏകദേശം 500 മില്യൺ ഇയേഴ്സ് മുകളിൽ ജീവിവർഗ്ഗങ്ങൾ ഉത്ഭവിച്ചു. ഏകകോശ ജീവിയായിരുന്ന ഒരു ഏകകോശ ജീവി പല രീതിയിൽ പരിണമിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സകല ജീവിവർഗ്ഗങ്ങളും ഭൂമുഖത്ത് ഉണ്ടായിട്ടുള്ളത്. അതിൽ പല ജീവിവർഗ്ഗങ്ങളും എന്തായി തീർന്നിട്ടുണ്ട്? നാമവിശേഷമായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പലതരത്തിലുള്ള ക്വാളിറ്റീസും അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങളും ഓരോ ജീവിവർഗ്ഗത്തിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ ജീവിവർഗ്ഗം പിന്നെ പരുന്തിൻ്റെ കാഴ്ചശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യനേക്കാളും കൂടുതലാണ് കാഴ്ചശക്തി. അവ കാഴ്ചശക്തിയാണ് വർദ്ധിപ്പിച്ചത്. പക്ഷെ മനുഷ്യൻ്റെ പരിണാമത്തിൽ മനുഷ്യന് പിന്നെ സസ്റ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അവയ്ക്ക് പിന്നെ
നിലനിൽക്കാനും അതുപോലെ അവയുടെ പുതിയ ജീവിവർഗങ്ങളെ ഉൽപ്പാദിപ്പിക്കാനൊക്കെ അവയ്ക്ക് കൂടുതൽ സഹായകമായത് അല്ലെങ്കിൽ അവർ വികസിപ്പിച്ചെടുത്തത് ബുദ്ധിപരമായ കഴിവുകളാണ്. അതുകൊണ്ടാണ് മനുഷ്യനിപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡൊമിനൻസ് കിട്ടുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം മനുഷ്യന് കിട്ടാനുള്ള ഒരു കാരണം മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ചയാണ്. ആ ബുദ്ധിപരമായ വളർച്ചയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മറ്റൊരു ജീവികൾക്കും ഇത്രമാത്രം സങ്കീർണമായ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഭാഷ വൈദഗ്ധ്യം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി കാറ്റ്ഫോർഡിന്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു റീപ്ലേസ്മെന്റ് ആണെന്നാണ് പറയുന്നത് ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷ എങ്ങനെയുണ്ടായി എന്നുള്ളത് നമുക്കറിയാം. ഭാഷ കൊണ്ട് നമുക്ക് എന്ത് എത്രമാത്രം സങ്കീർണമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഭാഷ എങ്ങനെയാണ് ഒരു ലാംഗ്വേജിലുള്ള അല്ലെങ്കിൽ ഒരു ഭാഷയിലുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ടെക്സ്റ്റ്വൽ മെറ്റീരിയലുകൾ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ട്രാൻസ്ലേഷൻ എന്ന് കാറ്റ്ഫോർഡ് പറയുന്നു. അപ്പോൾ നിതയും ടേബറിന്റെയും അഭിപ്രായത്തിൽ ഇത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഷയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആശയങ്ങൾ മറ്റൊരു ലാംഗ്വേജിൽ അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ അതിൻ്റെ ആശയത്തിന് യാതൊരു കോട്ടവും പറ്റാതെ മാറ്റുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ എന്നാണ് നിത ആൻഡ് ടാബറിന്റെ അഭിപ്രായം. അപ്പോൾ ഈ രണ്ട് അഭിപ്രായം തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലുള്ളത് എന്താണ്, കോഡുകൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രം. അപ്പോൾ ചിലപ്പോൾ ആശയങ്ങൾക്ക് ഭംഗം വന്നേക്കാം. പക്ഷെ മറ്റേതിൽ പറയുന്നത് കോഡുകൾ ചേഞ്ച് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ആ വാക്കുകൾ നമ്മൾ കൂട്ടിച്ചേർക്കുന്നതിലോ ഒന്നും പ്രശ്നമില്ല. പക്ഷെ നമുക്ക് എന്തായിരിക്കണം, ആശയങ്ങൾ കറക്റ്റ് ആയിരിക്കണം. മറ്റേടത്ത് വാക്കുകൾ കൂട്ടിച്ചേർക്കാനോ വാക്കുകൾ കുറയ്ക്കാനൊന്നും പറ്റില്ല. അതേ വാക്കുകൾക്ക് തുല്യമായ വാക്കുകൾ ഉപയോഗിക്കണം. പക്ഷെ ആശയങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യം പറയുന്നില്ല. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം നമ്മളൊരു വിശാലമായ അടിസ്ഥാനത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഷയിലുള്ള ആശയത്തിനെ മറ്റൊരു ഭാഷയിലുള്ള ലൂടെ അവതരിപ്പിക്കുക, അതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ഇത് ഭാഷാന്തരപരമായ കമ്മ്യൂണിക്കേഷനും കൂടി സാധ്യമാക്കുന്നു. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനും കൂടി അത് ഉപകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിലൊരു മെസ്സേജ് ഉണ്ടാവും. ആ മെസ്സേജിൽ എന്തൊക്കെ ഉണ്ടാവും, ആ ഒരു മെസ്സേജ് അനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള സിമ്പലുകൾ അല്ലെങ്കിൽ ഒരു വാക്കുകളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഈ വാക്കുകൾ മാത്രം നമ്മൾ നോക്കാൻ പറ്റില്ല. പക്ഷേ ഗ്രാമറിന്റെ പ്രാധാന്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ ഒരു ലാംഗ്വേജിലുള്ള ഗ്രാമറും മറ്റൊരു ലാംഗ്വേജിലുള്ള ഗ്രാമറും പഠിച്ചെങ്കിൽ മാത്രമേ എങ്ങനെ ഈ ഗ്രാമറിലുള്ള ഒരു ആശയം മറ്റൊരു ലാംഗ്വേജിലുള്ള ഗ്രാമറിന് ആനുപാതികമായ രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ട്രാൻസ്ലേഷനിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ അഡ്ജസ്റ്റ്മെന്റുകൾ പല ലെവലുകളിലും നമ്മൾ നടത്തേണ്ടി വരും. കാരണം ഒരു ലാംഗ്വേജിലുള്ള ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ, അതുപോലെ ലെക്സിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് സംബന്ധമായ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്ന നിഘണ്ടുപരമായ അർത്ഥവും, അതുപോലെ സിമാൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സന്ദർഭോചിതമായ അർത്ഥവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ നിഘണ്ടുവിൽ തന്ന അർത്ഥമായിരിക്കില്ല സന്ദർഭപരമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. അതുപോലെ കൾച്ചറൽ ലെവൽസ്, പല കൾച്ചറുകളിലും ഉപയോഗിക്കുന്ന ശബ്ദങ്ങളും വാക്കുകളിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണക്കിലെടുത്തെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് നടത്താൻ വേണ്ടി പറ്റൂ. അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നടത്തുന്നത് എന്തായിരിക്കില്ല, കറക്റ്റ് ആയിരിക്കില്ല. ഈ ഏരിയകളിലൊക്കെ അല്ലെങ്കിൽ ഇതിലൊക്കെ നമ്മൾ രണ്ട് ലാംഗ്വേജുകൾ എടുത്തു കഴിഞ്ഞാൽ അവ രണ്ടും വ്യത്യസ്തപരമായിട്ടുള്ള ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറും ലെക്സിക്കൽ സിമാൻറ്റിക് ലെവലുകളാണ് കാണിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. ദീസ് ഡിഫറൻസസ് ക്രിയേറ്റ് ഈ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഒരു ട്രാൻസ്ലേറ്ററെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ അയാൾ എന്തായാലും യഥാർത്ഥത്തിലുള്ള ലാംഗ്വേജും ആ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന മാറ്റവും തമ്മിൽ ശരിക്കും ബോധവാനായെങ്കിൽ മാത്രമേ അയാൾക്ക് യഥാർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ ഇവ തമ്മിലുള്ള ഒരു ബാലൻസിങ്, ഗ്രാമാറ്റിക്കലായിട്ടുള്ള അതുപോലെ ലെക്സിക്കൽ സിമാറ്റിക് കൾച്ചറൽ ഫീച്ചേഴ്സിലൊക്കെ ഒരു ബാലൻസിങ് അയാൾ നടത്തണം. ഡോണർ ലാംഗ്വേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ലാംഗ്വേജിൽ നിന്നാണോ നമുക്ക് വിവർത്തനം ചെയ്യപ്പെടേണ്ടത് ആ ലാംഗ്വേജാണ് ഡോണർ ലാംഗ്വേജ്. റിസപ്റ്റർ ലാംഗ്വേജ് എന്ന് വെച്ചാൽ വിവർത്തനം ചെയ്ത് കൊടുക്കേണ്ട ലാംഗ്വേജ് അതാണ് റിസപ്റ്റർ ലാംഗ്വേജ്. അപ്പോൾ ആ റിസപ്റ്റർ ലാംഗ്വേജിലേക്കാണ് നമ്മൾ ഡോണർ ലാംഗ്വേജിലുള്ള ടെക്സ്റ്റുകൾ മാറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമ്പോൾ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ നടത്തിയേ മതിയാവുള്ളൂ. ആ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള മെസ്സേജ് ആ അനുവാചകരിലേക്ക് എത്തുള്ളൂ. അതിപ്പോൾ ഈ എഴുതുന്ന ആൾ അല്ലെങ്കിൽ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്ക് യഥാർത്ഥത്തിലുള്ള ആശയം ഗ്രഹിക്കാൻ കഴിയണം. അതിന് ശേഷം അത് ഏതൊരു ലാംഗ്വേജിലാണോ ആശയം പറയേണ്ടത് ആ ആശയം ആ ലാംഗ്വേജിൽ അയാൾക്ക് പറയാൻ കഴിയണം. അപ്പം നമുക്ക്
കൃത്യമായ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ കൃത്യമായ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ ഒന്നും ചിലപ്പോൾ അവിടെ സാധ്യമായി എന്ന് വരില്ല. അപ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മളവിടെ നടത്തേണ്ടി വരും. ഇനി നമ്മൾ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിന്റെ പിന്നെ സ്വഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമുക്ക് റിട്ടേൺ ആയിട്ടുള്ള എഴുതപ്പെട്ട ഭാഷകൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. സ്പോക്കൺ ലാംഗ്വേജുകൾ ഇപ്പം ചില മന്ത്രിമാരൊക്കെ നമ്മൾ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള മന്ത്രിമാരോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള മന്ത്രിമാരൊക്കെ കേരളത്തിലെത്തുമ്പോൾ നമുക്ക് കാണാം. അവർക്ക് മലയാള ഭാഷ അറിയാത്തതുകൊണ്ട് തന്നെ ഒരു വിവർത്തകൻ അടുത്ത് തന്നെ നിന്നിട്ട് വിവർത്തനം ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് എന്താവാം, എഴുതപ്പെട്ട ലാംഗ്വേജ് ആവാം, അല്ലെങ്കിൽ അതാണ് സ്പോക്കൺ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഉടനടി നമ്മൾ വിവർത്തനം ചെയ്യപ്പെടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള എന്തൊക്കെ ലാംഗ്വേജുകളാണോ വിവർത്തനം ചെയ്യപ്പെടേണ്ടത്, അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് എന്താണ്, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ട ലാംഗ്വേജും അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതായ ലാംഗ്വേജും. അപ്പോൾ അതിന് ഒന്നാമത്തെ ലാംഗ്വേജിന് നമ്മൾ സോഴ്സ് ലാംഗ്വേജ് എന്നാണ് പറയുക. അപ്പോൾ സോഴ്സ് ലാംഗ്വേജിൽ നിന്നാണ് നമ്മൾ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്യുക. അപ്പോൾ രണ്ട് ടേം നമ്മൾ പഠിച്ചു വെക്കണം. സോഴ്സ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ടെക്സ്റ്റ് എന്തിലാണോ എഴുതിയിരിക്കുന്നത് അതാണ് സോഴ്സ് ലാംഗ്വേജ്. ചില ലാറ്റിൻ ടെക്സ്റ്റുകൾ ഉണ്ടാവാം, ചില കഥകൾ റഷ്യൻ ഭാഷയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, ചില കഥകൾ ഇറ്റാലിയൻ ഭാഷയിലായിരിക്കും ഉണ്ടാവുക, പക്ഷെ നമ്മൾ വായിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സോഴ്സ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റലി അല്ലെങ്കിൽ ഫ്രാൻസ്, റഷ്യൻ, ജർമ്മനി ഒക്കെ ആയിരിക്കും സോഴ്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷെ അവ വിവർത്തനം ചെയ്യപ്പെട്ട് ഇംഗ്ലീഷിലാകുമ്പോൾ ടാർഗറ്റ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നിന്ന് വീണ്ടും നമ്മൾ ചിലപ്പോൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാം, ചിലപ്പോൾ ലാറ്റിനിൽ നിന്ന് ഡയറക്റ്റായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാം. അപ്പോൾ ടാർഗറ്റ് ലാംഗ്വേജ് മലയാളമായി മാറും. അപ്പോൾ ഏതിലാണ് വിവർത്തനം ചെയ്യുന്നത് അതാണ് ടാർഗറ്റ് ലാംഗ്വേജ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലാംഗ്വേജുകളെ ഇനി ഇന്റർപ്രറ്റേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റേഴ്സ്, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ. വേറെ രണ്ട് പോയിന്റ് കൂടി നമ്മളോട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇന്റർപ്രറ്റേഴ്സ് എന്ന് പറഞ്ഞതും ആരാണോ വിവർത്തനം ചെയ്യുന്നത്, വാക്കുകൾ കൊണ്ട് വിവർത്തനം ചെയ്യുന്നത് അവരാണ് ഇന്റർപ്രറ്റേഴ്സ്. അതേസമയം എഴുതി വിവർത്തനം ചെയ്യുന്നവരാണ് ട്രാൻസ്ലേറ്റേഴ്സ്. അപ്പോൾ ആ രണ്ട് ടൈമും കൂടി നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഒരു മന്ത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വിദേശ ഡിപ്ലോമാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അയാൾ പറയുന്ന ഹിന്ദി ലാംഗ്വേജോ അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജോ നമ്മൾ നേരിട്ട് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പറഞ്ഞു കൊടുക്കണം. അതാണ് ഇന്റർപ്രറ്റേഴ്സാണ് അവിടെ വന്ന് ഇരിക്കുക. പക്ഷേ എഴുത്ത് ഭാഷകർക്ക് കുറച്ചും കൂടി സുഖമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം, ബുക്കുകളൊക്കെ റെഫർ ചെയ്യാം, യഥാർത്ഥ മീനിങ് തന്നെയാണോ വരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് സാവധാനം അവർക്ക് എഴുതി ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഇന്റർപ്രറ്റേഴ്സ് അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ അവർക്ക്, കാരണം അയാൾ പറയുന്ന അതേപോലെ തന്നെ മലയാളത്തിൽ വിവർത്തനം ചെയ്യണം. അപ്പോൾ അയാൾക്ക് നല്ല വിവരവും അതുപോലെ പെട്ടെന്ന് തന്നെ പറയാനുള്ള ഒരു കഴിവും കൂടി ഉണ്ടായിരിക്കണം. ഇനി എസൻസ് ഓഫ് ട്രാൻസ്ലേഷൻ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ അതിലെ മീനിങ്, അതിൻ്റെ എസൻസ് എന്ന് പറയുന്ന മീനിങ് ആണ്. ഇപ്പം എല്ലാ ട്രാൻസ്ലേഷൻ്റെയും എസൻസ് എന്ന് പറയുന്ന മീനിങ് ആണ്. അതുപോലെ പ്രാഗ്മാറ്റിക് ആസ്പെക്ട്, പ്രായോഗികത നമ്മൾ നോക്കണം. അതുപോലെ ടെക്സ്റ്റുവൽ ആസ്പെക്ട്, ടെക്സ്റ്റിലുള്ള എല്ലാ വാക്കുകളും യഥാർത്ഥത്തിൽ മറ്റൊന്നിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കണം. അപ്പോൾ ഹൗസ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് വിദഗ്ധൻ്റെ അഭിപ്രായം അനുസരിച്ച് എല്ലാ ലാംഗ്വേജുകളും ടാർഗറ്റ് ലാംഗ്വേജുകളിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു വ്യക്തി അയാളുടെ സോഴ്സ് ലാംഗ്വേജ് മാത്രം പഠിച്ചാൽ പോരാ, അതിനെപ്പറ്റി നല്ല അറിവ് അയാൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അയാൾ ഉണ്ടായിരിക്കണം, അയാളുടെ ടാർഗറ്റ് ലാംഗ്വേജും കൂടി അയാൾ തറവായിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ട്രാൻസ്ലേഷൻ നടക്കുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട്. അപ്പോൾ അതിന് പുറമെ സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും അതുപോലെ വൈകാരികപരമായിട്ടൊക്കെയുള്ള ഭാഷാ വ്യതിയാനങ്ങളും കൂടി അദ്ദേഹം പഠിക്കണം. ഒരു ഭാഷയിൽ വൈകാരികപരമായിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറലായിട്ടുള്ള ഒരു ലെവലായിരിക്കില്ല മറ്റൊരു ഭാഷയിലെ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടി പഠിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള മീനിങ് അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള അർത്ഥം, ആശയം ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ട്രാൻസ്ലേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി നോക്കി കഴിഞ്ഞാൽ അറിയാം. അതിലൊന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരർത്ഥം എന്താണ്, എക്സ്പ്രസ് ചെയ്യുക, മീനിങ് മറ്റൊരു പല വിവിധ ഭാഷകളിൽ ഒരേ ആശയം തന്നെ എക്സ്പ്രസ് ചെയ്യുന്നതിന് ട്രാൻസ്ലേറ്റ് എന്ന് പറയും. രണ്ടാമത് പറയുന്ന ചേഞ്ച്, ഒരു ലാംഗ്വേജ് മാറി വേറെ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുക. ഒരു കാര്യം നമ്മൾ ഒരു ഇംഗ്ലീഷ് പറയുന്ന കാര്യം പെട്ടെന്ന് ഹിന്ദിയിൽ പറയുക, അങ്ങനെ പറയുന്നതാണ് ട്രാൻസ്ലേറ്റ് എന്ന് വേറൊരു മീനിങ് പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു മീനിങ് എന്താണ്, നമ്മൾ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക്, ഇപ്പോൾ വാക്കുകൾ കൊണ്ട് പറയുന്നത് ആക്ഷനിലേക്ക് മാറുക, ഇതിന് ട്രാൻസ്ലേറ്റ് എന്ന വാക്കുകൊണ്ടാണ് നിർവചിക്കുന്നത് എന്നാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു വേയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മീനിങ് ഉണ്ടാക്കി തരിക.
അപ്പോൾ എന്താണ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്നേഹത്തിൻ്റെ അടയാളം കാണുമ്പോൾ സ്നേഹം അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്ന മീനിങ് നമുക്ക് ഉണ്ടാവുന്നത് പോലെ അതിനെ ട്രാൻസ്ലേറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നു എന്നാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നത്. ഇനി ട്രാൻസ്ലേഷൻ, അത് എന്താണ്? ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വെർബാണ്, ഒരു പ്രക്രിയയാണ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രക്രിയയ്ക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത്. ഇനി അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? ട്രാൻസ്ലേഷൻ റെഫേഴ്സ് ടു എ പ്രോസസ് ഓഫ് ചേഞ്ചിങ് സംതിങ് ദാറ്റ് ഇസ് റിട്ടൺ ഓർ സ്പോക്കൺ ഇൻ ടു അനദർ ലാംഗ്വേജ്. ഇപ്പോൾ എഴുത്ത് ഭാഷയിലൂടെയോ സംസാര ഭാഷയിലൂടെയോ ഒരാൾ അവതരിപ്പിച്ച ഒരു ആശയം മറ്റൊരു ഭാഷയിലൂടെ മറ്റൊരാൾക്ക് അവതരിപ്പിക്കുന്നതിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നു എന്നാണ് ആ ഒരു നൗണിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാക്കിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ നാമം, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന നാമത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്. ഇനി വേറൊരു അർത്ഥം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള പുസ്തകമോ ടെക്സ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതപ്പെട്ട കൃതി, നമ്മൾ അത് ശരിക്കും കൃതി എന്ന അർത്ഥത്തിലെടുക്കണം. അപ്പോൾ ആ കൃതി എന്ന് പറയുന്നത് വേറൊരു ഭാഷയിൽ വീണ്ടും പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ പേര് പറയുന്നത് ട്രാൻസ്ലേഷൻ എന്നാണ്. ഡ്രൈഡൻ്റെ ട്രാൻസ്ലേഷൻ എടുക്കൂ, മലയാളം ട്രാൻസ്ലേഷൻ എടുക്കൂ, ഡ്രൈഡൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ എടുക്കൂ, അല്ലെങ്കിൽ വേർഡ്സ് ഷേക്സ്പിയറിൻ്റെ പിന്നെ തമിഴ് ട്രാൻസ്ലേഷൻ എടുക്കൂ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അവിടെ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് വരുന്നത്? ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു കൃതി എന്ന അർത്ഥത്തിലാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ആദ്യം അതൊരു പ്രോസസ്സ് എന്ന രീതിയിലാണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് ഒരു കൃതിയെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ട്രാൻസ്ലേഷൻ എടുക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ അർത്ഥത്തിൽ വരുന്നതിൻ്റെ അർത്ഥം ഒരു ഫോമിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് ചേഞ്ച് ആവുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. തിയറിയിൽ നിന്ന് പ്രാക്ടീസിലേക്ക്. അപ്പോൾ ട്രാൻസ്ലേഷൻ ഓഫ് തിയറി ഇൻറ്റു പ്രാക്ടീസ്. നമ്മൾ തിയറി പഠിക്കുന്നു, പ്രാക്ടിക്കൽ നടത്തുന്നു. അപ്പോൾ തിയറി പഠിച്ചിട്ട് അതിനുശേഷം പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഇന്നത്തെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നല്ലെങ്കിൽ ട്രാൻസ്ലേഷന് വിധേയമായി എന്ന് പറയുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ വേർഡ് മീനിങ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഭാഷാപരമായിട്ടാണെങ്കിൽ, രണ്ടാമത്തത് ഒരു പുസ്തകത്തിനെയാണ് റെഫർ ചെയ്യുന്നത്, മൂന്നാമത്തത് ഒരു പ്രവൃത്തിയെയാണ് റെഫർ ചെയ്യുന്നത്. അങ്ങനെ 3 തരത്തിൽ ട്രാൻസ്ലേഷൻ എന്ന പദം ഉപയോഗപ്പെടുന്നു. ഇനി ട്രാൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഡിക്ഷണറി മീനിങ് എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഡിക്ഷണറിയിൽ ട്രാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ട്രാൻസ് അറ്റ്ലാന്റിക്, ട്രാൻസ് കോണ്ടിനെൻ്റൽ, ട്രാൻസ്പ്ലാന്റ്, ട്രാൻസ്ഫോം തുടങ്ങിയ വാക്കുകളൊക്കെ ഡിക്ഷണറിയിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, എക്രോസ് അല്ലെങ്കിൽ ബിയോണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ വാക്കുകളുടെ അർത്ഥം. അപ്പോൾ ഇതിലും നമുക്ക് ഈ എറ്റിമോളജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ലിറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഒരു സാഹിത്യത്തിൽ നിന്ന് മറ്റൊരു സാഹിത്യത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഭാഷയിലുള്ള സാഹിത്യം മറ്റൊരു ഭാഷയിലുള്ള സാഹിത്യമാക്കി മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ട്രാൻസ്ക്രിപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പിന്നെ എന്താണ് ഒരു സ്പെഷ്യൽ ഫോം ഓഫ് റൈറ്റിംഗ് ഉപയോഗിച്ച് എഴുതുക എന്നുള്ളതാണ്. ഫോണറ്റിക് സിമ്പലുകളോ നമ്മളുടേതായ സിമ്പലുകളോ അതുപോലെ ഫോണിക് ആൽഫബറ്റുകളൊക്കെ ഉപയോഗിച്ച് ഫോണറ്റിക്സിൻ്റെ ആൽഫബറ്റുകളൊക്കെ ഉപയോഗിച്ച് എഴുതുന്നതിനാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ ഉണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, ട്രാൻസ്ലിറ്ററേഷൻ ഉണ്ട്. അപ്പോൾ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഇനി വരുന്ന മറ്റൊരു വാക്കാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ എന്താണ് ഇൻ്റർപ്രറ്റ് എന്ന് പഠിച്ചു. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുക, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്? ഉടനടി ചെയ്യേണ്ടതായതുകൊണ്ട്, പ്രത്യേകിച്ച് നമുക്ക് അതിൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അത് എന്താണ് വേർഡ് ടു വേർഡ് എക്സ്പ്ലനേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതിൽ പാരഫേസ്, സിംഫണി, എക്സ്പ്ലിക്കേഷൻ, എക്സ്പ്ലനേഷൻ ഇതെല്ലാം എന്താണ് വേർഡ് ടു വേർഡ് ആയിരിക്കും. അപ്പോൾ ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സെർച്ച് ഫോർ ഈക്വലൻ്റ് ആയിട്ടുള്ള ഫോമൽ ആയിട്ടുള്ള വേർഡുകൾ, സിമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥങ്ങൾ, അതുപോലെ അതിൻ്റെ സ്റ്റൈലുകൾ, അതുപോലെ റെട്ടറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ്ങുകൾ, അതുപോലെ അതിൻ്റെ പ്രായോഗികതകൾ, അസോസിയേഷൻസുകൾ, ഇതെല്ലാം പിന്നെ നേരിട്ട് മനസ്സിലാക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ശരിക്കും ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഈ മോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ഈക്വലൻസി അല്ലെങ്കിൽ എന്താണ് ആശയപരമായ ഒരു സാമ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുകളിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ
പിന്നെ എന്താണ് അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനെ വീണ്ടും സ്വാധീനിക്കും. അപ്പോൾ നമുക്കിതൊരു സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ അതേ ആശയം തന്നെ മറ്റൊരു ഭാഷയിൽ പറയുക എന്നുള്ളത് അസാധ്യം തന്നെയാണെന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. അതുപോലെ ഇപ്പം നമ്മളൊരു എസ്സേ റൈറ്റിംഗ് നടത്തുക, അല്ലെങ്കിൽ പ്രിസൈസ് റൈറ്റിംഗ് നടത്തുക, ഒരു അബ്സ്ട്രാക്റ്റിംഗ് നടത്തുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിംഗ്വിസ്റ്റിക് ആക്ടിവിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഭാഷാപരമായ പ്രക്രിയകളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഏകദേശം അതിനോട് നീതി പുലർത്താൻ പറ്റുമെങ്കിലും 100% നീതി ട്രാൻസ്ലേഷനിൽ പുലർത്താൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അതിൽ എന്തൊക്കെ കുറേ ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെ, അതിൻ്റെ റിതം, അതുപോലെ സൗണ്ട്, സിംബോളിസം, പൺസ്, കൾച്ചറൽ അല്യൂഷൻസ്, അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ഒരേപോലെ നിലനിർത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ ഇതിൽ നമുക്കെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ട്രാൻസ്ലേഷനിലൂടെ എന്നാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത്, ട്രാൻസ്ലേഷൻ്റെ വിജയം എന്ന് പറയുന്നത്, അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും, നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത്, ട്രാൻസ്ലേഷൻ ഒരുപാട് കാലഘട്ടങ്ങൾ കൊണ്ട് ഉരുത്തിരിഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ആശയം നമുക്ക് ഒരാൾ ഒരു ഭാഷയിൽ പറഞ്ഞത് മറ്റൊരു ഭാഷയിൽ യഥാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ ആശയം എന്താണോ അത് മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ വേണ്ട നീക്കുപോക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്ക് ചെയ്യാം എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ യഥാർത്ഥ ആശയം എന്ത് ചെയ്യാൻ പാടില്ല, ചോർന്നു പോകാൻ വേണ്ടി പാടില്ല. വാക്കുകളിലോ അതുപോലെയുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഒഥല്ലോ എന്ന് പറയുന്ന ഒരു നാടകം നമുക്കിവിടെ മലയാളത്തിലൊരു സിനിമയാക്കിയിട്ടുണ്ടായിരുന്നു, കളിയാട്ടം. അപ്പോൾ ഒഥല്ലോയിൻ്റെ ആ ഒരു നാടകം വായിച്ചു കഴിഞ്ഞാൽ അതിലുള്ള കഥാപാത്രങ്ങളും അവരുടെ വസ്ത്രധാരണ രീതിയും അവരുടെ എന്താണ് ആയുധങ്ങളുടെ അഭ്യാസങ്ങളും ഒന്നും ഈ കളിയാട്ടം എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ എസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആശയം യഥാർത്ഥത്തിൽ കളിയാട്ടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ആ കൾച്ചറൽ, നമ്മളുടെ കൾച്ചർ അല്ലെ കേരളത്തിൻ്റെ ഒരു കൾച്ചർ അനുസരിച്ച് നമുക്കൊരിക്കലും ഒരു വിദേശ കൾച്ചറിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡൈജസ്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഇവിടെ വെച്ചിട്ട്, നമ്മളുടെ ഇവിടുത്തെ കൾച്ചർ വെച്ചിട്ട് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഒരു സംശയം എന്ന് പറയുന്നത് എത്രമാത്രം അയാളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, അതെങ്ങനെ അവരുടെ ഒരു ട്രാജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദുരന്തത്തിലേക്ക് കലാശിക്കുന്നു എന്നുള്ളത് വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് ഒഥല്ലോ വായിക്കുന്ന അവിടെയുള്ള അല്ലെങ്കിൽ ഷേക്സ്പിയറിനെ വായിക്കുന്ന അനുവാചകർക്ക് ഇംഗ്ലണ്ടിലും അത് അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ ആ ഒരു സാധ്യത, അപ്പോൾ അതിൽ എത്രമാത്രം ഡിഫിക്കൽറ്റീസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ആ ഒരൊറ്റ സിനിമയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിത എന്ന് പറയുന്ന ഒരാളുടെ ഇതനുസരിച്ച് അദ്ദേഹം പറയുന്നത്, വേർഡുകൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക, സമ്മഡ് ഇൻ വേർഡ്സ്, നിത 1964. അപ്പോൾ ഈ ബാബിലോണിയയിൽ ബാബിലോണിയൻ ലിപികൾ എന്താണ് പ്ലേഗ്ലോട്ട് പോളിഗ്ലോട്ട് എംപയറിൻ്റെ കാലത്ത് ആൻഷ്യൻ്റ് ബാബിലോണിയൻ ഹാൻഡ് റൈറ്റിങ്ങുകൾ അതുപോലെ സ്ക്രൈബുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഫ്രം ഒരു കോർണറിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതാണ് ആദ്യത്തെ ഒരു ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആരംഭം എന്ന് വേണമെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ആരംഭം സ്ഥാപിച്ചു. പിന്നീട് ഈ പലതരത്തിലുള്ള രാജാധികാരങ്ങൾ അല്ലെ രാജ്യങ്ങൾ ഇങ്ങനെ വികസിച്ച് വന്നപ്പോൾ ആ രാജ്യങ്ങൾ പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ അവർക്ക് ഭരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലേക്കും അവരവരുടെ അധികാര പരിധി വികസിപ്പിക്കുന്നതിനനുസരിച്ച് ഭാഷകളുടെ വൈജാത്യങ്ങൾ അവരുടെ ഭരണ പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്തു, വിഘാതങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് അവർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് മനസ്സിലാക്കുകയും അങ്ങനെ ട്രാൻസ്ലേഷൻ എങ്ങനെ നടത്താം മറ്റുള്ള ലാംഗ്വേജുകളിലേക്ക് എന്നുള്ളത് ആ കാലഘട്ടത്തിൽ. പിന്നെ റിലീജിയൻ്റെ എന്താണ് മതങ്ങളുടെ വ്യാപനം, പല രാജ്യങ്ങളിലേക്കും മതങ്ങൾ വ്യാപിക്കുമ്പോൾ ആ മതത്തിൻ്റെ സംഹിതകളും മനസ്സിലാക്കാനും അവരെയൊക്കെ മതത്തിലേക്ക് ചേർത്ത് കൊണ്ടുവരാനും ഒക്കെയുള്ള ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കുറേ ട്രാൻസ്ലേഷൻ ആ രീതിയിലും നടത്തപ്പെട്ടു. അപ്പോൾ ഈ അധികാരത്തിൻ്റെ സ്പ്രെഡിങ്, അതുപോലെ അധികാരി വർഗങ്ങൾക്കും അതുപോലെ മതപുരോഹിതന്മാർക്കൊക്കെയാണ് ആദ്യകാലങ്ങളിൽ ട്രാൻസ്ലേഷൻ അത്യാവശ്യമായിട്ട്
വന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണക്കാരായ ജനങ്ങളെ എങ്ങനെ ഭരിക്കാം എന്നുള്ളതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ അത്തരത്തിലുള്ള ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ട്രാൻസ്ലേഷൻ വളരെ ഈസിയാണ്. ഗൂഗിളിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാം. നമുക്ക് ഏത് ഭാഷയിലേക്ക് വേണമെങ്കിൽ നമ്മുടെ വാക്കുകളും ആശയങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ AIയിലൊക്കെ നമ്മളിപ്പോൾ ഒരു കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഒന്നും ചോരാത്ത രീതിയിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം നല്ലൊരു രീതിയിൽ തന്നെ അവർക്ക് ഒരു നീതി പുലർത്താവുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ലേഷൻ തരാനൊക്കെ AIക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ ഏത് ലാംഗ്വേജുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്ന ലെവൽസ് ഓഫ് ട്രാൻസ്ലേഷൻ ആണ്. ഈ ലെവൽസ് ഓഫ് ട്രാൻസ്ലേഷനിൽ യഥാർത്ഥത്തിൽ 3 തരത്തിലുള്ള ട്രാൻസ്ലേഷനാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒന്ന് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ. വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഭാഷയിലുള്ള വാക്കുകൾ അതേപടി മറ്റൊരു ഭാഷയിലേക്ക് പകർത്തി എഴുതുക. അവയുടെ മീനിങ്ങുകൾ അല്ലെങ്കിൽ അവയുടെ അർത്ഥങ്ങൾ അതേപോലെ പകർത്തി എഴുതുക. രാം കിൽഡ് സ്നേക്ക് എന്ന് പറയുമ്പോൾ അതിൽ രാം എന്ന് പറഞ്ഞാൽ എന്താണ്, കിൽഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, സ്നേക്ക് എന്താണ്, എല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാമൻ ഒരു പാമ്പിനെ കൊന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ. അതിൻ്റെ ആശയവും അർത്ഥമൊന്നും നമ്മൾ നോക്കുന്നില്ല. വേർഡിന് കൃത്യമായ വാക്കുകൾ ഉപയോഗിക്കും. ചിലപ്പോൾ ആ വാക്കുകൾ ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഡബ് ചെയ്ത സിനിമകളിലൊക്കെ കാണാം വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ ചില സമയങ്ങളിൽ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും, അത് എന്തെന്നാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഫണ്ണി ആയിട്ട് നമുക്ക് തോന്നും. ചില പാട്ടുകളൊക്കെ ഡബ് ചെയ്തത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇപ്പോൾ ദിൽ തോ പാഗൽ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാക്കിൻ്റെ അർത്ഥം എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ. ഇനി ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറൊക്കെ നമ്മൾ അതേപോലെ കാത്തു സൂക്ഷിക്കും. പക്ഷേ വാക്കുകൾ നമ്മൾ മാറ്റി ഉപയോഗിക്കും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിന് ആനുപാതികമായ വാക്ക് മലയാളത്തിലുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് ആ വാക്കുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലുണ്ടോ എന്ന് നോക്കിയിട്ട് ആ വാക്കുകളായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ യഥാർത്ഥ വാക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ പുറത്ത് എഴുതുന്ന നിർബന്ധമില്ല. അപ്പോൾ അവരവിടെ ഒരു ഒരു ചെടി എന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഇംഗ്ലണ്ടിലൊക്കെ സംബന്ധിച്ചിടത്തോളം തണുപ്പ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വാം എന്നാണ് അവർ ഫ്രണ്ട്ഷിപ്പിനൊക്കെ പറയുക, അല്ലേ. ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് തണുത്ത് കുളിർത്തു എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തണുപ്പ് കുളിര് എന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖകരമായിട്ടുള്ള അവസ്ഥയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം തണുപ്പ് കുളിര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശപരമായിട്ടുള്ള അവസ്ഥയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചൂട് കിട്ടി എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചൂട് കിട്ടി എന്ന് പറയുന്നത് നമുക്ക് പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസ്ലേഷനുകളിൽ എന്ത് ചെയ്യും, തണുത്ത് കുളിര് കോരി എന്ന് പറയുന്ന മലയാള വാക്ക് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഹീ ഗോട്ട് വാംത്ത് എന്നാണ്, അല്ലെങ്കിൽ കൂടുതൽ ഊഷ്മളമായി എന്നുള്ള രീതിയിലാണ് അവർ ഉപയോഗിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ളതിനെയാണ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ ഇല്ല. ചിലപ്പോൾ ഓപ്പോസിറ്റ് വാക്കുകളൊക്കെ ആയിരിക്കും, പക്ഷേ ലിറ്ററലി അതിന് ജോയിൻ്റ് ആവുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിയിട്ട് അത്തരത്തിലുള്ള അതിൻ്റെ ആശയങ്ങളെ നോക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലെല്ലാം ഫ്രീ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണമായ അധികാരം ട്രാൻസ്ലേറ്റർക്ക് കൊടുത്തിരിക്കുകയാണ്. അയാൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷേ എന്താവണം, യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു മീനിങ് ഇപ്പുറത്തെ ലാംഗ്വേജിൽ കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ കളിയാട്ടം എന്ന് പറയുന്ന സിനിമ, അതൊരു ഫ്രീ ട്രാൻസ്ലേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കാരണം ആ സോഴ്സ് ടെക്സ്റ്റിൽ നിന്നെല്ലാം വ്യതിരിക്തമായിട്ട് പല കാര്യങ്ങളും ആഡ് ചെയ്യും, പല കാര്യങ്ങളും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ആശയം, യഥാർത്ഥത്തിലുള്ള മൂല്യം, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതിലൂടെ കൺവേ ചെയ്യുന്ന മീനിങ്ങുകൾ എന്നെല്ലാം ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും ട്രാൻസ്ലേഷൻ 100% എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ആക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ എന്ന രീതിയിൽ നമ്മളുടെ ലക്ഷ്യം എന്താണ്, നമ്മളുടെ ട്രാൻസ്ലേഷൻ എന്താണെന്ന് പഠിക്കുകയാണ്. ഇപ്പോൾ ട്രാൻസ്ലേറ്റർ ആവുകയാണ് നമ്മളെങ്കിൽ നമ്മളുടെ ലക്ഷ്യം എന്തായിരിക്കണം, നമ്മൾ 100% നീതി പുലർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേർഡ് ടു വേർഡ് വേണ്ട സ്ഥലത്ത് അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലെവൽസ് ഓഫ് ട്രാൻസ്ലേഷൻസ് ആവശ്യമുള്ള സമയത്ത് അത് ഉപയോഗിക്കും. അത്തരത്തിലുള്ള ഏതൊക്കെ ട്രാൻസ്ലേഷൻ മെത്തേഡുകളാണോ, നമ്മളിത് പഠിച്ചു തീരുമ്പോഴേക്കും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വ്യക്തമായൊരു ധാരണയുണ്ടാവും. അപ്പോൾ ഏത് രീതിയിൽ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിച്ചാൽ അത് കൂടുതൽ ഫ്രൂട്ട്ഫുള്ളായി മാറും, അല്ലെങ്കിൽ യഥാർത്ഥ ആശയം നമുക്ക് ആശയം ചോരാതെ നമുക്ക് അനുവാചകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ടാർഗറ്റ് ലാംഗ്വേജുകളിലേക്ക് എങ്ങനെ എത്തിക്കാം യഥാർത്ഥ ആശയം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള മൂല്യങ്ങളുണ്ടാവും, അതുപോലെ ടെക്നിക്കൽ ആയിട്ടുള്ള സ്കില്ലുകളിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും.
അപ്പോൾ ടെക്നിക്കൽ സ്കില്ലുകളാണെങ്കിൽ അപ്പോൾ അതിന് വേർഡ് ടു വേർഡ് ആയിരിക്കും കുറേം കൂടി യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണ്, ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മറ്റൊരു ഭാഷയിലേക്ക് പകർത്തി പറയുമ്പോൾ അതിൽ വാക്കുകളിലെ അർത്ഥങ്ങൾ ചോർന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പം എന്ത് ചെയ്യും അത് പിന്നെ ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, യന്ത്രഭാഗങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ, അതുപോലെ എന്താണ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ സ്ക്രീൻ എന്ന് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശം തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവിടെ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ അത്യന്താപേക്ഷിതമായിരിക്കും. പക്ഷെ ഒരു സാഹിത്യകൃതിയിൽ അത് നടന്നു എന്ന് വരില്ല. അപ്പോൾ ആർട്ടിസ്റ്റിക് അവയെ നമ്മൾ ആർട്ടിസ്റ്റിക് ട്രാൻസ്ലേഷൻ എന്നാണ് പറയുന്നത്. ഇതിന് ടെക്നിക്കലായിട്ടുള്ള വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ 19-ാം നൂറ്റാണ്ട് ആദ്യ കാലഘട്ടത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞതോടുകൂടി ആളുകൾ എന്താണ് രാജ്യാന്തര യാത്രകളും ഭൂഖണ്ഡാന്തര യാത്രകളൊക്കെ നടത്താൻ തുടങ്ങി. അപ്പോൾ തന്നെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഭാഗമായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി. കാരണം ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഭാഷ അറിയാതെ ഇവിടെ ഭരിക്കാൻ വേണ്ടി എത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും, അതുപോലെ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം. ഇൻഡിപെൻഡൻസിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ഹിന്ദി അറിയുന്ന നമ്മൾ ബ്രിട്ടീഷുകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടി കാണും. കാരണം അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ്, അപ്പോൾ അവർ കുറേ ആൾക്കാർ ഇംഗ്ലീഷ് പഠിപ്പിക്കും, ഇവിടെയുള്ള ആൾക്കാരെ പഠിപ്പിക്കും, അങ്ങനെ ഒരുപാട് മെത്തേഡുകളൊക്കെ ആവിഷ്കരിക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ഇതൊക്കെ നടത്തി കൊണ്ടുവേണ്ടി വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് ഭാഷ അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ എന്തായി തീർന്നത്, സ്പ്രെഡ് ആവുകയും ചെയ്തത്. ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് ഓഫ് മീഡിയം ഒരു മീഡിയം ആയിട്ടുള്ള ലാംഗ്വേജ് എന്നൊക്കെയുള്ള രീതിയിൽ ഇംഗ്ലീഷിന് കൂടുതൽ സ്വീകാര്യത വരാനുള്ള കാരണങ്ങളൊക്കെ എങ്ങനെയാണ്. പിന്നീടാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലൂടെ എക്സാമിനേഷൻസ്, ട്രെയിനിങ് കോഴ്സുകൾ, അതുപോലെ കരിയർ സ്ട്രക്ചറുകൾ, പ്രൊഫഷണൽ ഓർഗനൈസേഷനൊക്കെ ഉണ്ട്. അതിലൊന്നാണ് അമേരിക്കൻ ട്രാൻസ്ലേറ്റേഴ്സ് അസോസിയേഷനും, അതുപോലെ ട്രാൻസ്ലേറ്റഡ് ഗൈഡ് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിംഗ്വിസ്റ്റിക്സും, അതുപോലെ ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡെസ്, ട്രാഡക്ടറസ് എന്ന് പറയുന്ന സ്ഥാപനങ്ങളൊക്കെ ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളതെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോഴത്തെ കാലത്ത് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രധാന പാഠ്യവിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് സോഴ്സ് ലാംഗ്വേജും ഒന്ന് ടാർഗറ്റ് ലാംഗ്വേജും നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഈ ടാർഗറ്റ് ലാംഗ്വേജും സോഴ്സ് ലാംഗ്വേജും ഡീൽ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ സർഫേസ് മീനിങ് എന്തായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സുപരിപ്ലവമായ അർത്ഥങ്ങൾ തുല്യമായിരിക്കണം രണ്ട് ലാംഗ്വേജുകളിലും. അതുപോലെ തന്നെ സ്ട്രക്ചറുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റാൻ വേണ്ടി പാടില്ല. പക്ഷേ മാറ്റേണ്ടി വരുന്ന കാലത്തെ സമയത്ത് മാറ്റണം. പക്ഷേ അത് ടാർഗറ്റ് ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറിനെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, മാറ്റിയാൽ മതി. ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥ ആശയം വരുന്നില്ല എങ്കിൽ നമ്മൾ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ യഥാർത്ഥ ആശയം വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്ട്രക്ചർ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പോൾ മീനിങ് സൂപ്പർഫിഷ്യലായിട്ട് നോക്കുമ്പോൾ മീനിങ് എന്തായിരിക്കണം, കറക്റ്റും ആയിരിക്കണം. അതേപോലെ സ്ട്രക്ചറിൽ എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റങ്ങൾ വരുത്താം. പക്ഷേ അത് എവിടം വരെ, അതിൻ്റെ ആശയങ്ങളുടെ കാഠിന്യം അല്ലെങ്കിൽ ഭംഗി ചോരാതിരിക്കുന്ന അത്രയും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിൻ്റെ ഭംഗി പോവുക അല്ലെങ്കിൽ ആശയങ്ങൾ വിരൂപപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇനി ട്രാൻസ്ലേഷൻ എന്തൊക്കെയാണ്, ഒരു ആർട്ട് എന്ന രീതി. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു കലയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷേ ഈ കല സാധാരണ കല പോലെ നമുക്ക് ഒരു ഒറിജിനൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പോയം എഴുതുന്നത് പോലെ നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ആശയങ്ങൾ നമ്മളുടേതല്ല. അതുപോലെ നമ്മൾ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത, ഇതൊന്നും അതിൽ ഒരു പരിധിയിലധികം നമുക്ക് ചെലുത്താൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതൊരു കല എന്ന് പറയുന്നതിൽ നിന്ന് ഇതിൽ ഒരു സബ്സിഡിയറി ആർട്ട് എന്ന രീതിയിലാണ് നമുക്ക് ട്രാൻസ്ലേഷനെ കരുതാൻ വേണ്ടി പറ്റുള്ളൂ. സബ്സിഡിയറി ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയുടെ തൊട്ട് താഴെ കിടക്കുന്നത് എന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ ഒരു ഡെറിവേറ്റീവ് ആർട്ട്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന മറ്റൊരു കല. അപ്പോൾ ഇത് യഥാർത്ഥ കല എന്ന് നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരു സംഗീതം ഉണ്ടാക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പദ്യം രചിക്കുകയാണെങ്കിലോ ഒരു നാടകം എഴുതുകയാണെങ്കിലോ അത് യഥാർത്ഥ കലയാണ്. പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ കലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന വേറൊരു കലയായിട്ടാണ് അതിനെ കണക്കാക്കാൻ പറ്റും. അതാണ് എൻ്റെ പോയിന്റ്. അപ്പോൾ ഇതിന് ഒറിജിനൽ ഈ വർക്കിന് അധികം പ്രാധാന്യം ഒരു കാലത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ
അതുപോലെ ഇതിനെ വാല്യൂ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന് അത്രമാത്രം പ്രാധാന്യമൊന്നുമില്ല ട്രാൻസ്ലേഷൻ എന്ന രീതിയിൽ ആളുകൾ എടുത്തത് കൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഇല്ലാതായി പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ഇതിൻ്റെ ആവശ്യകതകൾ വർദ്ധിക്കുകയും അത് വീണ്ടും എന്ത് ചെയ്യുന്ന ഒരു ഡീജനറേഷനിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരു പിന്നെ എന്താണ് ഒരു കാലഘട്ടത്തെ അപജയത്തിൽ നിന്ന് വീണ്ടും ഉണർന്നെഴുന്നേറ്റ ഒരു പിന്നെ ആർട്ട് ഫോമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ വേണ്ടി പറ്റും. കാരണം ആർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കല എന്ന് പറയുന്നത് ഇതിൽ ഇംപ്ലിമെൻറ്റഡ് ആണ്. കല ഇല്ലാത്തവരുത്തന്നെ ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വേർഡ് ബൈ വേർഡ് ആണെങ്കിൽ പോലും അതിൻ്റെ ആശയങ്ങൾ ചോരാതെയും സാഹിത്യ ഭംഗി ചോരാതെയൊക്കെ മറ്റൊരു വാക്കുകളിലേക്ക് എത്തിക്കുക. അത് സാഹിത്യപരമായിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായ തലങ്ങളുള്ളതാണ്. അപ്പോൾ അതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് പിന്നീട് ഉരുത്തിരിഞ്ഞ് വന്നതായതുകൊണ്ട് ആ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ഇതിന് പ്രാധാന്യം ലഭിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടി. അപ്പോൾ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് ആണ് യഥാർത്ഥത്തിൽ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. ട്രാൻസ്ലേഷൻ സ്റ്റഡി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അത്രമാത്രം പ്രാധാന്യമില്ലാതെ അവഗണിക്കപ്പെട്ടു പോയേനെ. പക്ഷേ കാലഘട്ടത്തിൻ്റെ ആവശ്യകതകൾ വർദ്ധിച്ചു വന്നതോടുകൂടെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നതിൻ്റെ ആവശ്യകതയും വർദ്ധിച്ചു. സ്റ്റഡീസിൻ്റെ ആവശ്യകത വർദ്ധിച്ചതോടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും കൂടുതലായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ആക്ടിവിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു രണ്ടാംകിട പ്രവർത്തനം എന്ന രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു മെക്കാനിക്കൽ ആക്ടിവിറ്റി ആയിട്ടും കണക്കാക്കപ്പെടുന്നു. മെക്കാനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാന്ത്രിക പ്രവർത്തനം പോലെയാണെന്ന് ഇപ്പോഴത്തെ കാലത്തല്ല, പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു കണക്കാക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അത് ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് അല്ല, അല്ലെങ്കിൽ ഒരു സർഗാത്മക രചനയല്ല എന്ന രീതിയിലും അതെടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ ലാംഗ്വേജുകളിലൊക്കെ ഒരു സ്ലോ സ്റ്റാറ്റസ് ആയിരുന്നു ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഒറിജിനൽ ടെക്സ്റ്റിന് ഭയങ്കര സ്റ്റാറ്റസും ഈ ട്രാൻസ്ലേഷൻ ടെക്സ്റ്റുകൾക്ക് ഒരു ലോ സ്റ്റാറ്റസും ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് എന്ത് വന്നു, ട്രാൻസ്ലേഷൻ അതുപോലെ തന്നെ അതിൻ്റെ ലോ ലെവലും അതിൻ്റെ ലോ സ്റ്റാറ്റസ് ഇതൊക്കെ പിന്നീട് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്ന പാഠ്യഭാഗം വന്നതോടുകൂടിയാണ് ഉയർത്തപ്പെടുന്നത്. സ്റ്റഡീസ് പർപ്പസിങ് ടു ഡിസ്കസ് ട്രാൻസ്ലേഷൻ സയൻറ്റിഫിക്കലി ഇതിനെ ഡിസ്കസ് ചെയ്യണം എന്ന ഒരു തീരുമാനം ആളുകളുടെ ഇടയിൽ വന്നു. അത് കാരണം സയൻറ്റിഫിക്കലി നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള കൃതികളൊക്കെ ലോകത്തിന് പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം വിക്ടർ ഹ്യൂഗോൻ്റെ പാവങ്ങൾ അവിടെ തന്നെ കിടക്കുകയുണ്ടാവുള്ളൂ, നമ്മൾ ലോകത്ത് ആരും വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ റഷ്യൻ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ നിന്നോ ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് മറ്റുള്ള വെർണാക്കുലർ ലാംഗ്വേജുകളിലേക്കോ ലോക്കൽ ലാംഗ്വേജുകളിലേക്കോ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എങ്കിൽ അതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ ആവിഷ്കരിക്കണം. അപ്പോഴാണ് അതിനൊരു ആർട്ട് ഫോം എന്ന രീതിയിലേക്ക് അത് വരുന്നത്. അപ്പോൾ ഒരു സയൻസും ആർട്ടും ചേർന്നതാണ് എന്ന രീതിയിലേക്ക് അത് വരുന്നത്. അപ്പോൾ ഹോമറിൻ്റെ വർക്കുകൾ, അതുപോലെ റിൽക്കെയുടെ, അതുപോലെ ബൗഡ്ലെയർ, അതുപോലെ ഷേക്സ്പിയറിൻ്റെ വർക്കുകൾ, ഇതെല്ലാം മറ്റുള്ള ലാംഗ്വേജുകളിലേക്ക് മറ്റുള്ള ഭാഷകളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അംശങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ആശയങ്ങൾ ചോരാതെ മറ്റുള്ള ലാംഗ്വേജുകളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ സാധാരണ ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് കൊണ്ട് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൊക്കെ നമുക്കൊരു മെക്കാനിക്കൽ പ്രോസസ്സ് പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ ആ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷനിൽ പല ഭാഗതകളും നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. പക്ഷേ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല. അതേസമയം ഒരു വ്യക്തിയാണ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നതെങ്കിൽ അയാളുടെ ഡെപ്ത് ഓഫ് നോളജ് അനുസരിച്ച് അയാൾക്ക് അതിൻ്റെതായ രീതിയിൽ അതിനെ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഗുണവിശേഷം അതിനെ ഒരു സർഗാത്മകത അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് കൊടുക്കുന്നു എന്നാണ് പിന്നീടുള്ള കാലഘട്ടങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലുള്ള ആ ലോ ഗ്രേഡ് അല്ലെങ്കിൽ ഡീജനറേഷൻ ഇല്ലാതായി മാറി എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു ആർട്ട് ഫോം എന്ന രീതിയിലേക്ക് വളരുന്നു, ട്രാൻസ്ലേഷൻ വളരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് എൻഡ് റിസൾട്ട് ഈ പ്രോസസ്സ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ എൻഡ് റിസൾട്ടായിട്ടുള്ള ട്രാൻസ്ലേഷൻ മാത്രമേ എല്ലാവരും നോക്കിയിട്ടുള്ളൂ. ട്രാൻസ്ലേറ്റഡ് ടെക്സ്റ്റ് മാത്രമേ എല്ലാവരും നോക്കിയിട്ടുണ്ടായിരുന്നു, അത് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന്. പക്ഷേ ഈ പ്രോസസ്സിനെ പറ്റിയിട്ട് ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പ്രോസസ്സിനെ പറ്റിയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ട്രാൻസ്ലേഷൻ്റെ പ്രോസസ്സിനെ പറ്റി പഠിക്കുമ്പോൾ അത് കൂടുതലായിട്ട് അതിൻ്റെ എൻഡ് റിസൾട്ടിനേക്കാൾ ഏറെ അതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി പഠിക്കുമ്പോൾ അവിടെ തിയറികൾ രൂപപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ്സിനെ പറ്റി പറയുമ്പോഴാണല്ലോ തിയറികൾ വേണ്ടത്. അപ്പോൾ തിയറികൾ ഡിസ്കഷനിലേക്ക് വരികയും ആ തിയറികൾ അനുസരിച്ച് അതിനനുസൃതമായ രീതിയിലുള്ള ട്രാൻസ്ലേഷൻ നടത്തുകയും അതിലൂടെ ട്രാൻസ്ലേഷൻ ഒരു വിജയകരമായ ഒരു സംരംഭമാക്കി വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വിശാലമായ അല്ലെങ്കിൽ ഒരുപാട് ഏരിയകൾ കവർ ചെയ്യുന്ന
ഒരു വളരെ വിശാലമായ ഏരിയയാണ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിനെ നമുക്ക് അങ്ങനെ വിശാലമാവുമ്പോൾ തന്നെ അതിന് തിയറികളുണ്ട്. ആ തിയറികൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇതിനെ പല ഏരിയകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനിപ്പോൾ 4 ഏരിയകളായിട്ടാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്തത്. അതിൽ 2 ഏരിയകൾ എന്ന് പറയുന്നത് 2 ഭാഗങ്ങൾ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് നമ്മളൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു സോഴ്സ് ലാംഗ്വേജ് ടെക്സ്റ്റ് നമ്മൾ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ടെക്സ്റ്റ് അതിനെയാണ് നമ്മൾ ടാർഗറ്റ് ലാംഗ്വേജ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് എന്താണ്, അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനെ ഓറിയൻറ്റഡ് ആയിട്ട് 2 പിന്നെ ഭാഗങ്ങളും, അതുപോലെ തന്നെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക എന്നൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള 2 ഏരിയകളും നമുക്ക് പരിചയപ്പെടേണ്ടി വരും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള 2 ഏരിയകളും അതുപോലെ പ്രോസസ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള 2 ഭാഗങ്ങളുമാണ് ഇതിൻ്റെ ഈ ഒരു സ്റ്റഡിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ലേറ്റഡ് ടെക്സ്റ്റ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ട്രാൻസ്ലേറ്റഡ് ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ നോക്കണം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്, ഹിസ്റ്ററി ഓഫ് ട്രാൻസ്ലേഷൻ. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടി, മലയാളത്തിൽ ആ ടെക്സ്റ്റ് കിട്ടി, ഒരു ട്രാൻസ്ലേഷൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു പ്രൊഡക്റ്റ് ആണല്ലോ. ആ പ്രൊഡക്റ്റിനെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ഓഫ് ട്രാൻസ്ലേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ എന്താണ് കോമ്പണൻ്റ് ഓഫ് പാർട്ട് ഓഫ് ലിറ്റററി ഹിസ്റ്ററി, ടൈപ്പ് ഓഫ് വർക്ക് ഇൻവോൾവ്ഡ് ഇൻ ദ ഏരിയ ഓഫ് ഇൻക്ലൂഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ തിയറീസ്. ഏതൊക്കെ തിയറികൾ അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നത്, അതുപോലെ ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഈ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുള്ളത്, അതുപോലെ ക്രിട്ടിക്കലായിട്ടുള്ള റെസ്പോൺസുകൾ എന്തൊക്കെയാണ്, അതുപോലെ പ്രാക്ടിക്കൽ പ്രോസസ്സുകൾ, അതുപോലെ പബ്ലിഷ് ചെയ്യേണ്ട സമയം എപ്പോഴാണ്, പബ്ലിഷ് ചെയ്യേണ്ടത് ഏത് ഓഡിയൻസിനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഹിസ്റ്ററി ഓഫ് ട്രാൻസ്ലേഷൻ. ദ റോൾ ആൻഡ് ഫങ്ഷൻ ഓഫ് ട്രാൻസ്ലേഷൻ, അതുപോലെ ഏത് കാലഘട്ടം പീരീഡിൽ, അതുപോലെ മെത്തഡോളജിക്കൽ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു കൃതിയുടെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എന്താണ്, ആ പ്രൊഡക്റ്റ് ഏത് കാലഘട്ടത്തിൽ രചിച്ചു, ആ പ്രൊഡക്റ്റിൻ്റെ റോൾ എന്താണ്, ആ പ്രൊഡക്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ആ പ്രൊഡക്റ്റിൻ്റെ മെത്തോഡോളജികൾ എന്തൊക്കെയാണ് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമ്മളുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് ചുരുക്കത്തിൽ പറയാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ഇൻ ദ ടാർഗറ്റ് ലാംഗ്വേജ് കൾച്ചർ. അപ്പോൾ ട്രാൻസ്ലേഷൻ ടാർഗറ്റ് ലാംഗ്വേജ് കൾച്ചറിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതെന്നാണ്, ആ പ്രൊഡക്റ്റ് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ട്രാൻസ്ലേഷൻ ഇൻ ദ ടാർഗറ്റ് ലാംഗ്വേജ് കൾച്ചർ എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തു, അത് ഒരു പാർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഗ്രൂപ്പിനെയാണോ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിലെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ നോംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, കൾച്ചറുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു മേഖലയുണ്ട്. അപ്പോൾ ഇതാണ് 2ാമത്തെ മേഖല എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ 2 പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആണെന്ന് പറഞ്ഞു. ഇനി ഇത് പ്രോസസ് ഓറിയൻറ്റഡ് ആണ്. ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വ്യക്തി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ആ പ്രോസസ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അത് എംഫസിസ്, കമ്പാരിറ്റീവ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലിംഗ്വിസ്റ്റിക് എലമെൻറ്റ്സ് എങ്ങനെയാണ് നടത്തിയിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിംഗ്വിസ്റ്റിക് എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, മോർഫീം, ഫോണിക്സ്, ടെക്സ്റ്റ്, മോർഫീംസ്, ലെക്സിക്കൽ, അതുപോലെ സിൻറ്റാഗ്രാമാറ്റിക് ആൻഡ് സിൻറ്റാറ്റിക് ലെവൽസ്. ഇതിലൊക്കെ നമ്മൾ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ആ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാർഗറ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ ടാർഗറ്റ് ലാംഗ്വേജിൽ എന്തൊക്കെ ടെക്സ്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ട്രാൻസ്ലേറ്റബിലിറ്റി, അതുപോലെ മെഷീൻ ട്രാൻസ്ലേഷൻ എക്സെട്ര. അപ്പോൾ ഈ ഇത്തരം നോൺ ലിറ്റററി ടെക്സ്റ്റുകളിലാണെങ്കിൽ എന്താണ്, ഈ ചില വാക്കുകൾ, ടെക്നിക്കലായ വാക്കുകൾക്ക് സമാനമായ മലയാളത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജുകളിലുള്ള വാക്കുകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ സ്വിച്ച് എന്ന് പറയുന്ന വാക്കിന് വേറൊരു വാക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണല്ലോ.
അപ്പോൾ ഈ പ്രോസസ്സിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റഡിയിൽ. അപ്പോൾ അതിന് ഏത് വാക്കാണ് കണ്ടുപിടിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അതിന് പറ്റിയ വാക്കുകളൊക്കെ കണ്ടുപിടിച്ച് ആ വാക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പല വാക്കുകളും അതോടുകൂടെ പിന്നെ നമ്മളെ മലയാള പദത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ലാംഗ്വേജുകളിലേക്കോ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ കേൾക്കാത്ത പല വാക്കുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ തീവണ്ടി എന്ന് പറയുന്നത് വാക്കുകളൊക്കെ നമ്മൾ, അതായത് ഈ സ്റ്റീം എഞ്ചിനൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മുന്നേ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു വണ്ടീനെ പറ്റി നമുക്ക് അറിവില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പുതിയ വാക്കുകളായിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ട്രാൻസ്ലേഷൻ ആൻഡ് ലിംഗ്വിസ്റ്റിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ആൻഡ് പോയറ്റിക്സ്. പോയറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ക്രിയേറ്റിവിറ്റി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ക്രിയേറ്റിവിറ്റി എത്രമാത്രം, അല്ലെങ്കിൽ ലിറ്റററി എലമെൻറ്റ്സ് എത്രമാത്രം ഉണ്ട്. അത് പ്രധാനമായിട്ടും ഈ ടെക്നിക്കൽ ട്രാൻസ്ലേഷൻ അല്ല വരുന്നത്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ലേഷനിലാണ് അത് കൂടുതലായിട്ട്. ലിറ്റററി ട്രാൻസ്ലേഷനിലാണ് അത് കൂടുതലായിട്ട് വരുന്നത്. അതിൽ ഏത് തിയറിയാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടന്നിട്ടുള്ളത്, അതുപോലെ ജനറൽ ടു സ്പെസിഫിക്, ജനറലായിട്ടും സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇൻവെസ്റ്റിഗേഷൻ ടു ദ പാർട്ടിക്കുലർ പ്രോബ്ലം ട്രാൻസ്ലേറ്റിംഗ് പോയട്രി, തിയേറ്റർ, ടെക്സ്റ്റ്, ലിബർട്ടി ആൻഡ് അതുപോലെയുള്ള സിനിമ, ഇതിങ്ങനെയുള്ള ഒരു വളരെയധികം വിശാലമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിനിമയാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സിനിമയിലാണെങ്കിൽ സബ് ടൈറ്റിലിങ് വരുന്നുണ്ട്, ഡബ്ബിങ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇതിൻ്റെ ആർട്ടിസ്റ്റിക് മൂല്യങ്ങൾ അല്ലെങ്കിൽ കലാമൂല്യങ്ങൾ എങ്ങനെ ചോരാതെ ഇത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റി പഠിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിലാണ് ആ ഏരിയ കിടക്കുന്നത്. ആ ഏരിയയിൽ ഇരുന്ന് കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഡബിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ ഉപയോഗിക്കേണ്ട വാക്കുകൾ എന്തൊക്കെയാണ്, സബ് ടൈറ്റിലിംഗ് കൊടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് പോയറ്റിക്സ് ഇൻഡിവിജ്വൽ ട്രാൻസ്ലേഷനും അതുപോലെ എന്താണ് പിന്നെ പോയറ്റിക് ട്രാൻസ്ലേഷനിലുമെല്ലാം ഇത് വളരെയധികം യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട്. അത് ഇൻ്റർറിലേഷൻഷിപ്പ്, അതുപോലെ സോഴ്സ് ലാംഗ്വേജും ടാർഗറ്റ് ലാംഗ്വേജുമായിട്ടുള്ള ഒരു ഇൻ്റർറിലേഷൻഷിപ്പൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കൈരളി ടി വിയിലുള്ള പിന്നെ ഒരുപാട് സിനിമകൾ കണ്ടാൽ നമുക്കറിയാം, പലതും വാക്കുകൾ കറക്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല, വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ ഒന്നും ആയിരിക്കണം എന്നില്ല. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കുറേയധികം പിന്നെ സബ് ടൈറ്റിലിംഗ് കൊടുക്കാനും ഒക്കെ ചില പ്രത്യേക വാക്കുകൾ ഉപയോഗിക്കുന്നു. നമ്മൾ തന്നെ ചിലപ്പോൾ കേൾക്കാത്ത ചില വാക്കുകളൊക്കെ നമ്മൾ കേട്ട് അന്തം വിട്ടു പോകും. പക്ഷേ അത്തരം വാക്കുകൾ ഉപയോഗിച്ചാൽ മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ആ ഒരു പിന്നെ ആർട്ടിസ്റ്റിക് മൂല്യം അല്ലെങ്കിൽ കലാമൂല്യം ചോരാതെ അവിടെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയ, ഇതൊരു വൈഡ് ഏരിയ ആണ്. ആ ഒരു ഏരിയ ഈ ഇതിലാണ് കവറപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, സ്റ്റംബ്ലിങ്, ഇനി അവസാനത്തെ ഒരു ബ്ലോക്ക് കൂടിയുണ്ട്. ഇപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ച 4 ഏരിയകൾ, ട്രാൻസ്ലേഷൻ്റെ ഒരു ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ 4 ഏരിയകളായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്ന് മനസ്സിലാക്കി. 2 പ്രൊഡക്റ്റ് ഓറിയൻറ്റഡും 2 പ്രോസസ് ഓറിയൻറ്റഡും ആണെന്ന് പഠിച്ചു അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇവാലുവേഷൻ, അവസാനത്തെ. ഇപ്പോൾ ഈ നമ്മൾ ട്രാൻസ്ലേഷനൊക്കെ നടത്തി നമ്മളൊരു എന്താണ് സോഴ്സ് ലാംഗ്വേജ് ടെക്സ്റ്റ് ഒരു ടാർഗറ്റ് ലാംഗ്വേജ് ടെക്സ്റ്റാക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രശ്നങ്ങൾ തീരുന്നില്ല, അവിടെ അവസാനിക്കുന്നില്ല. അവിടെ വേറൊരു കാര്യം വരുന്നുണ്ട്, ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. എന്താണ് ഇവാലുവേഷൻ? നമ്മൾ ഈ ചെയ്ത കാര്യം കറക്റ്റ് തന്നെയാണോ എന്ന് പല ആളുകളും ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഇവാലുവേഷൻ എന്ന് പറയുന്നതാണ് അടുത്തൊരു ഹർഡിൽ അല്ലെങ്കിൽ ഒരു തടസ്സം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇംപ്രൂവിങ്, ഒരു പിന്നെ സോഴ്സ് ലാംഗ്വേജ് ടെക്സ്റ്റ് ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ഒരു പുതിയൊരു കൃതി കൂടി ആഡ് ചെയ്യപ്പെടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആയിരിക്കും ഒരാൾ ട്രാൻസ്ലേഷൻ നടത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ കാര്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള എന്താണ് അവരുടെ വർക്കുകൾ, ട്രാൻസ്ലേറ്റേഴ്സ് അവോയ്ഡ് അനാലിസിസ് ഓഫ് ദെയർ ഓൺ മെത്തേഡ്സ് ആൻഡ് കോൺക്രീറ്റ് ഓൺ എക്സ്പോസിങ് റിലേറ്റീവ്സ് ഓഫ്. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കാര്യങ്ങളും പല ആളുകളും ചോദിക്കുമ്പോൾ ഈ ട്രാൻസ്ലേറ്റേഴ്സ് പറയുക എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള ക്രിട്ടിക് ഇത് എന്നെ ആളുകൾ ഇങ്ങനെയൊക്കെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഞാനും ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് പറയുക. മറ്റുള്ള ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ എന്താണ് ഫ്രെയിൽറ്റീസ് അല്ലെങ്കിൽ ദൗർബല്യങ്ങളാണ് ഈ ട്രാൻസ്ലേറ്റർ പറയുക. അപ്പോൾ അതാണ് ഇതിൽ ഇവാലുവേഷനിൽ ഒരു ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത്. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ക്രിട്ടിക്സ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, ഇതിനെപ്പറ്റി നിരൂപണങ്ങൾ നടത്തുന്ന ആളുകൾ ഒന്നെങ്കിൽ സോഴ്സ് ലാംഗ്വേജ് ടെക്സ്റ്റിനെ പറ്റി വളരെയധികം ബോധവാനായിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സോഴ്സ് ലാംഗ്വേജ് ടെക്സ്റ്റിനെ ആയിട്ട് ഇതിന് എത്രമാത്രം സാമ്യമുണ്ടെന്ന് മാത്രമേ നോക്കുള്ളൂ. അത് നമ്മളുടെ പിന്നെ കൾച്ചറിന് അനുഗുണമായിട്ടാണോ അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ കോണ്ടെക്സ്റ്റിന് അനുകൂലമായിട്ടാണോ അത് എഴുതപ്പെട്ടതെന്നൊന്നും അയാൾ ചിന്തിക്കില്ല. അപ്പോൾ ആ ഒരു നാരോ മൈൻഡഡ്നെസ് വളരെയധികം പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കളിയാട്ടത്തിൻ്റെയും ഒതല്ലോൻ്റെയും കാര്യം പറഞ്ഞ പോലെ, ഒതല്ലോയിൽ ആ വാക്കായിട്ട്
നമ്മൾ കളിയാട്ടത്തിന് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് എന്ത് ചെയ്യില്ല, അത് ട്രാൻസ്ലേഷനാണെന്ന് പറയാൻ വേണ്ടി നമുക്ക് പറ്റില്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ പറയുന്നത് വെച്ചാൽ ടാർഗറ്റ് ലാംഗ്വേജിനെ പറ്റി സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ടാർഗറ്റ് ലാംഗ്വേജ് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ഇത് വരുന്നത്? അപ്പോൾ ആ ടാർഗറ്റ് ലാംഗ്വേജിൽ മാത്രമായിരിക്കും ആ ക്രിട്ടിക്കുകൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് പിന്നെ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ടാർഗറ്റ് ലാംഗ്വേജിലെ വർക്ക് പോലെ തന്നെ ആയിരിക്കണം ഈ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള വർക്കും എന്ന് ശഠിക്കുന്ന ആളുകളാണ് ഇത്തരം ക്രിട്ടിക്കുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇപ്പം നമ്മളിപ്പോൾ മലയാളത്തിൽ ബാലാമണി അമ്മേൻ്റെ ഒരു കൃതി വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൃതിക്ക് വരുന്ന ആ ഒരു ഊഷ്മളതയും, അല്ലെ കുമാരനാശാൻ്റെ ഒരു കൃതിക്ക് വരുന്ന ഒരു ഊഷ്മളതയും, നമ്മളുടെ കൾച്ചറിനോടുള്ള അടുപ്പവും നമ്മുടെ മനസ്സുമായിട്ടുള്ള സംവാദനക്ഷമതയും എല്ലാം ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നിന്ന്, ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഒരു സോണറ്റാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും ഇതേ ഗുണങ്ങൾ ഉണ്ടാവണമെന്ന് ശഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. കാരണം എന്താണ്, അത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതിൻ്റെ കൾച്ചറും അതിൻ്റെ ഒരു എന്താണ് തീമും അതിൻ്റെ നോംസ് ആൻഡ് കണ്ടീഷൻസും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തതാണെന്ന് അറിയാം നമുക്ക് ഏകദേശം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടാർഗറ്റ് ലാംഗ്വേജിൻ്റെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കൃതി പോലെ തന്നെ ആവണം മറ്റേതും എന്ന് പറയുന്നതിന് ശഠിക്കുന്നതിൽ കാര്യമില്ല എന്നാണ് പറയാൻ വേണ്ടി പറ്റുക. പിന്നെന്താണ്, വേറെ രീതിയിൽ നമുക്കൊരു കവിതകൾ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ടാർഗറ്റ് ലാംഗ്വേജിൽ എഴുതുമ്പോൾ ഈ സോഴ്സ് ലാംഗ്വേജിനെ പറ്റി നമ്മൾ ചിന്തിക്കാതെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഐഡിയ മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ട്രാൻസ്ലേഷൻ എന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ടാർഗറ്റ് ലാംഗ്വേജിൻ്റെ കൃതിയുടെ അതേ സ്വഭാവവും സൗന്ദര്യവും ഒക്കെ വേണം ഈ ട്രാൻസ്ലേഷനിലും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോഴറിയാം, കൈരളി ടി വിയിൽ കാണുന്ന തമിഴ് സിനിമയോ തെലുങ്ക് സിനിമയോ ആ തമിഴിൽ കാണുന്ന ഒരു സുഖമൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മളിങ്ങനെ ശഠിക്കാൻ പാടില്ല. തമിഴ് കാണുന്ന മലയാളത്തിലുള്ള ഒരു സിനിമ പോലെ തന്നെയായിരിക്കണം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തൊരു സിനിമയെന്ന് ഒരിക്കലും നമുക്ക് ശഠിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതൊരു വേറെ പ്രശ്നമാണ്. ഇനി അത്തരം ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യുന്നു, ഈ ട്രാൻസ്ലേറ്ററിനെ അലട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. Purely monolingual position again indicates a particular position occupied by the translation, another type of meta text. അപ്പോൾ another type of meta text ആയിട്ട്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും അതിനെ കണക്കാക്കാൻ പറ്റില്ല. ട്രാൻസ്ലേഷൻ തന്നെയാണ്. അതിൻ്റെതായ മൂല്യത്തിലൂടെ നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ മനസ്സിലാക്കണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ട്രാൻസ്ലേഷൻ്റെ ക്രൈറ്റീരിയ ഫോർ ട്രാൻസ്ലേഷൻ പ്രോസസ്സ്, അപ്പോൾ നമ്മൾ കാര്യങ്ങളെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ ഇവാലുവേഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രൈറ്റീരിയ എന്താണ്. ഫങ്ഷൻ ഓഫ് ടാർഗറ്റ് ലാംഗ്വേജ് ടെക്സ്റ്റ് ഹാവ് വെരീഡ് ഇനോർമസ്ലി ത്രൂ ഔട്ട് ദ ഏജസ്. അപ്പോൾ 19th centuryയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസേൺ വിത്ത് റീപ്രൊഡ്യൂസിങ്, അതെന്ന് വെച്ചാൽ പീരീഡ് ഫ്ലേവർ എന്ന് പറയും, അല്ലെ ആർക്കൈസംസ്. നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് പഴയ കാലങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ എന്താണ്, അല്ലയോ പുത്ര ഇങ്ങോട്ട് ആഗമിച്ചാലും എന്നൊന്നും നമ്മളിപ്പോൾ പറയാറില്ല. ഇങ്ങോട്ട് വാ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്തരം എന്താണ് ആർക്കൈസം എന്നാണ് അതിന് പറയുക. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ ആ യൂസ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാനിപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഒരു കൃതിയാണ് ഇങ്ങോട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്കിൽ അന്നത്തെ കാലത്ത് അദ്ദേഹം ഉപയോഗിച്ച ആ വാക്കുകൾ, ആർക്കൈക്ക് ആയിട്ടുള്ള വാക്കുകൾ തന്നെ നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ മലയാളവും പഴയ മലയാളമായിരിക്കും. ആ പഴയ മലയാളങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ അതൊരു ആർക്കൈസം എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ ഓഫൺ എന്ത് ചെയ്യും, ടാർഗറ്റ് ലാംഗ്വേജ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഅക്സസിബിൾ ആയി തീരും, അല്ലെങ്കിൽ റീഡേഴ്സിന് മനസ്സിലാക്കാൻ പറ്റാത്ത ലെവലിലേക്ക് അത് പോകുമെന്നാണ് പറയുന്നത്. കാരണം ലാംഗ്വേജിന് ഡെവലപ്മെൻ്റ് ഉണ്ട്. ഓരോ ഇയർ കഴിയുമ്പോഴും, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോഴും, ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോഴും ലാംഗ്വേജും വ്യത്യസ്തമായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ രാമായണത്തിലെ മഹാഭാരതത്തിലെ കാണുന്ന രീതിയിലുള്ള ഭാഷകളല്ല ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിന് വ്യത്യാസമുണ്ട്. അപ്പോൾ 17th centuryയിൽ ഫ്രഞ്ചുകാർ ചെയ്ത ഒരു കാര്യമാണ്. ഫ്രഞ്ചുകാരെന്ത് ചെയ്തു, ഗ്രീക്ക് വൽക്കരിക്കുക എന്നുള്ള രീതിയിൽ ഗ്രീക്ക് വാക്കുകൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഫർണിച്ചറുകളിലും ക്ലോത്തിങ്ങിൽ വരെ അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് അവരുണ്ടാക്കിയെടുത്തപ്പോൾ ജർമ്മൻകാർ ഒപ്പോസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഭാഷയിലൂടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി പറ്റും. ഭാഷയിലൂടെ നമുക്ക് ആ ഭാഷ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കൾച്ചർ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രതിലോമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ട്രാൻസ്ലേഷനിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട ക്രൈറ്റീരിയ, ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയകൾ ഉപേക്ഷിക്കപ്പെടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ദ പ്രോബ്ലം ഓഫ് ഇവാലുവേഷൻ ഇൻ ട്രാൻസ്ലേഷൻ ഈസ്
ഇൻറ്റിമേറ്റ്ലി കൺസേൺഡ് വിത്ത് മച്ച് ഡിസ്കസ്ഡ് പ്രോബ്ലം ഓഫ് ദ ലോ സ്റ്റാറ്റസ് ഓഫ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഈ ഒരു ഇവാലുവേഷൻ ചെയ്യുമ്പോഴുള്ള ഈ പ്രശ്നം എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ്റെ ആ സ്റ്റാറ്റസ് വളരെയധികം ലോ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ താഴ്ത്തി കെട്ടിയിട്ടുണ്ട് എന്നാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ക്രിട്ടിക്കുകൾ എന്ത് ചെയ്യുന്നു, ഈ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഈ വിമർശകർ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ട്രാൻസ്ലേഷനുകൾ എടുത്തിട്ട് അതിനേക്കാൾ സുപ്പീരിയോറിറ്റി പൊസിഷനുള്ള ആർട്ട് ഫോമിനുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് വന്നതോടുകൂടെ ഇത്തരത്തിലുള്ള ഒരു കമ്പാരിസണ് വലിയ മൂല്യങ്ങളില്ലാതായി മാറി. ഈ കമ്പാരിസൺ അല്ല കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് ആളുകൾക്ക് മനസ്സിലാവുകയും അവരെന്ത് ചെയ്തു, ടുവാർഡ്സ് റൈസിങ് ദ ലെവൽ ഓഫ് ഡിസ്കഷൻ ആൻഡ് അബൌട്ട് ദ ട്രാൻസ്ലേഷൻ. അവർ ട്രാൻസ്ലേഷനെ പറ്റിയിട്ട് ഡിസ്കഷൻസുകൾ സംഘടിപ്പിക്കുകയും അതിലൂടെയൊക്കെ പുതിയ പുതിയ ക്രൈറ്റീരിയകൾ അവിടെ ഉരുത്തിരിഞ്ഞ് വരികയും അത് ഇവാലുവേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുകയും അങ്ങനെ എന്താണ് ഈ ഡിസിപ്ലിൻ്റെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെ കൂടുതൽ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ ഉദാരവൽക്കരിക്കാനുള്ള ഒരു ശ്രമം തുടരുകയും ചെയ്തു. അതാണ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ ചാപ്റ്റർ ഉള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൾ.